രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒരു ആരോപണം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി ഒരു ഒട്ടും വൈകാതെ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതാണ്. ഇപ്പോൾ പരാതി അന്വേഷിച്ചോട്ടെ വന്നോട്ടെ എന്നുള്ളൊരു സമീപനം തന്നെയാണ് ഇതിൻ്റെ ആദ്യം മുതൽ തന്നെ ഞങ്ങൾ എല്ലാവരും സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു പരാതി വന്നിരിക്കുന്നു. ആ പരാതി അതിൻ്റെ വഴിക്ക് പോകട്ടെ, അന്വേഷിക്കട്ടെ. ഞങ്ങളാരും രാഹുലിനെതിരെ അങ്ങനെ ഒരു പരാതി അന്വേഷിക്കരുതെന്നോ ഒരു സമയത്തും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അന്വേഷണം നടക്കട്ടെ, ആ അന്വേഷണത്തിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കടക്കട്ടെ. നിയമപരമായി നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ തീരുമാനം എടുക്കുന്നതിൽ ഒരു മടിയും കോൺഗ്രസ് കാണിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ വ്യക്തമാണ്. സസ്പെൻഡ് ചെയ്തതും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നൊക്കെ മാറിയ ഒരു സാഹചര്യമെല്ലാം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾക്കൊക്കെ പറയുന്നത്. കോൺഗ്രസ് അതിജീവിതയ്ക്കൊപ്പമാണ്. മഹിളാ കോൺഗ്രസ് എല്ലാ കാലത്തും എല്ലാ അതിജീവിതകൾക്കൊപ്പം തന്നെയാണ്. അതിജീവിതകൾക്ക് ന്യായം, നീതി ലഭിക്കണം എന്നുള്ളത്, ജസ്റ്റിസ് അവർക്ക് ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് മഹിളാ കോൺഗ്രസ്. അത് അപ്പുറത്ത് ആരാണ് എന്ന് നോക്കിയിട്ടല്ല ഞങ്ങൾ പ്രതികരിക്കുന്നത്. അപ്പുറത്ത് ആരായാലും നീതി ലഭിക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പരാതികളൊക്കെ പരിശോധിച്ച് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ, നീതി ലഭിക്കട്ടെ എന്നുള്ളത്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കട്ടെ. പരാതിക്കാർ ഉണ്ടെങ്കിൽ പരാതി പറയാനുള്ള നിയമ സംവിധാനം ഉണ്ടല്ലോ. ഇത്രയും നടപടിയെടുക്കുമ്പോഴും പാലക്കാട് UDFന്റെ സ്ഥാനാർത്ഥി പ്രചാരണത്തിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ സജീവമായിരുന്നു. പാലക്കാട് MLA എന്നുള്ള നിലയിലായിരിക്കാം അദ്ദേഹം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സജീവമായിരുന്നു. ഏതായാലും കോൺഗ്രസിൻ്റെ യോഗങ്ങളിലോ അത്തരത്തിലുള്ള ഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യത്തിലോ രാഹുൽ പങ്കെടുത്തിട്ടില്ല. രാഹുൽ സസ്പെൻഷനിലാണ് എന്നുള്ളത് ഒരു നടപടി തന്നെയാണ്. അതൊന്നും ഒട്ടും വൈകിക്കാതെയാണ് തീരുമാനമെടുത്തത്. എല്ലാവരുമായി, ഞാൻ വീണ്ടും പറയുന്നു, എല്ലാവരുമായി ആശയവിനിമയം നടത്തിയിട്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി KPCC അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പം ഞാൻ പറയുന്നു, മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള ഞാനും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ആ തീരുമാനത്തിലേക്ക് എത്തിയത്. സസ്പെൻഷൻ അത് KPCC പ്രസിഡന്റ് മാത്രമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേതാക്കന്മാർ മാത്രമായിട്ടോ ഒന്നും എടുത്ത തീരുമാനങ്ങൾ അല്ല. ഇപ്പോൾ ഒരു പരാതി വന്നിരിക്കുകയാണല്ലോ. പരാതി ഇന്ന് വൈകിട്ട്, നമ്മൾ ഇപ്പം മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ചാണെങ്കിൽ പരാതി ഇന്ന് വൈകിട്ട് 4:30 5 മണിയോടോ കൂടിയാണ് പരാതി വന്നത്. ഒരു പരാതി വന്നു, അതിനെ ചെറുതായി കാണുന്നില്ല. പക്ഷെ ആ പരാതിയിലുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് ഇപ്പോൾ നിയമ സംവിധാനത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അവരത് അന്വേഷിക്കട്ടെ. അവരതിന്റെ വേണ്ട പിന്തുണ മഹിളാ കോൺഗ്രസ് നൽകുമോ? ഞങ്ങളെ സമീപിക്കുന്ന ഏത് അതിജീവിതയുടെ കാര്യത്തിലാണെങ്കിലും അത് ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾ നൽകും എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള. ഇനിയും രാജിവെക്കേണ്ട എന്നുള്ളത് തന്നെയാണോ മഹിളാ കോൺഗ്രസിന്റെ നിലപാട്? രാഹുൽ, ഇപ്പോൾ ഒരു പരാതി, ഇത്രയും നാൾ പരാതി ഇല്ലായിരുന്നു, പരാതി വന്നിരിക്കുകയാണ്. അപ്പം പരാതി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതൊന്ന് പരിശോധിക്കട്ടെ. ഇവിടെ നിയമ സംവിധാനമുണ്ടല്ലോ, ആഭ്യന്തര വകുപ്പുണ്ടല്ലോ, അത് അന്വേഷിക്കട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നീട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്കെല്ലാം കടക്കാം. ഏതായാലും ന്യായീകരിക്കാൻ ഞങ്ങൾ ആരും ഇതുവരെയും നിന്നിട്ടില്ല എന്നുള്ളത് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. സ്ത്രീപക്ഷ നിലപാടാണ് അത്. ജെബി മേത്തറോ മഹിളാ കോൺഗ്രസോ മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന സമീപനം സ്ത്രീപക്ഷ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞങ്ങൾ ആരും ന്യായീകരിക്കാനും നിന്നിട്ടില്ല. പരിശോധിക്കട്ടെ, അന്വേഷിക്കട്ടെ എന്ന് തന്നെയാണ് തുടക്കം മുതൽ തന്നെ ഞങ്ങളൊക്കെ ഇതിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാട്.